നമുക്ക് തന്ന 5 വാഗ്ദത്തങ്ങൾ. ഇതാകുന്നു അവൻ നമുക്ക് തന്ന അവൻ. എത്രയോ 1 യോഹന്നാൻ 2:25 അല്ലെ? 5 വാഗ്ദത്തങ്ങളാണ് ദൈവം തിരുസഭയ്ക്ക് നൽകി തന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 5 വാഗ്ദത്തങ്ങൾ. അതിൽ ഒരു വാഗ്ദത്തം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ഒന്ന് ഞാൻ തൊട്ടു. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. എന്താണ് വാഗ്ദത്തം? ഈ വാഗ്ദത്തത്തെ കവർ ചെയ്യാൻ മറ്റൊരു വാഗ്ദത്തം ഉലകത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ വാഗ്ദത്തം ഏതാന്ന് ചോദിച്ചാൽ ആമേൻ, ചങ്കുറപ്പോടെ ദൈവമക്കൾ പറയണം, യേശു കർത്താവ് എനിക്ക് തന്ന നിത്യജീവനാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ടത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഉലകത്തിൽ ഒരു മനുഷ്യനും തരാൻ കഴിയാത്തതും, എത്ര ലക്ഷം കോടിക്കണക്കിന് രൂപ മുടക്കിയാലും തരാൻ കഴിയാത്തത്, ഒരു മതങ്ങൾക്കും ഒരു ഇസങ്ങൾക്കും ആമൻ ഇവിടുത്തെ ഒരു സംഘടനകൾക്കും നൽകിത്തരാൻ കഴിയാത്തതാണ് യേശു നമുക്ക് നൽകി തന്ന നിത്യജീവൻ. അത് അവൻ യേശുവിന് മാത്രം തരാൻ കഴിയുന്നതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുതിയ നിയമത്തിൽ 16 സ്ഥലത്താണ് നിത്യജീവൻ എന്ന വാഗ്ദത്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. 16 പ്രധാനപ്പെട്ട സ്ഥലത്ത് നമുക്ക് ദൈവം തന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തമായ അവൻ നിത്യജീവനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം എനിക്ക് പറയാൻ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഓടിച്ച് ഞാൻ പറയാം. സ്തോത്രം. ആമേൻ. 1 യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്നവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. 1-ാമത്തെ വാക്യം അതാണ്. 3:15-16 അവനിൽ ഇതാ. ആമേൻ. ഞാൻ വായിച്ചോളാം മോനെ. അവന് വിശ്വസിക്കുന്നവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. വേദപുസ്തകത്തിൽ തരുന്ന 1-ാമത്തെ വചനം നിത്യജീവനെ കുറിച്ച് അതാണ്. അതിൻ്റെ തന്നെ 3:16 വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. എനിക്ക് ആ വാക്യം ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ കൂടെ പറയും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകുകയില്ല. സമയമെടുത്ത് പ്രസംഗിക്കേണ്ടതായതുകൊണ്ട്, സമയമില്ലാത്തത് കൊണ്ട് ഒരൊറ്റ വാക്കിൽ പറയാം. അവൻ 2 കാര്യങ്ങൾ നിങ്ങൾ ബ്രാക്കറ്റിലാക്കണം. 1 ഏവനും എന്ന വാക്കും 2 നശിച്ചു പോകാതെ എന്ന വാക്കും, 2ഉം ബ്രാക്കറ്റിലാക്കണം. അവൻ തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ജാതി മത ഭേദം എന്നെ, നിറ വർണ്ണ വ്യത്യാസം എന്നെ, കുലീനൻ പണ്ഡിതൻ പാമരൻ ആമൻ കുബേരൻ ആരുമാകട്ടെ, ഏത് മനുഷ്യനാകട്ടെ, യേശുവിൽ വിശ്വസിക്കാൻ ഒരു വ്യക്തി തുനിഞ്ഞിറങ്ങി തിരിച്ചാൽ, ആമൻ, ഒരു യേശുവിൽ വിശ്വസിക്കാൻ ഒരു വ്യക്തി തയ്യാറായാൽ, ബൈബിൾ പറയുന്നത് ഏവനും, അതിനകത്ത് ഏത് ജാതിയും പെടാം, അതിനകത്ത് ഏത് വ്യത്യാസത്തിലുള്ളവനില്ല. കർത്താവിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ ഒരു അനുഭവം പ്രാപിപ്പാൻ എനിക്കും നിങ്ങൾക്കും ദൈവം കൃപ ചെയ്തല്ലോ. അവൻ പുത്രനിൽ വിശ്വസിക്കുന്ന നമുക്ക് അവൻ നിത്യജീവൻ തന്നിട്ട് യേശു പറയുന്നു അവൻ നശിച്ചു പോകത്തില്ല. നല്ലൊരു ഹല്ലേലൂയ എന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. അവൻ എന്ത് ചെയ്യത്തില്ല? നശിച്ചു പോകത്തില്ല. ഞാൻ പെന്തക്കോസ്തി വന്നപ്പോ എന്നെ കുറിച്ച് അവൻ നാട്ടുകാർ പറഞ്ഞത് അവൻ പെന്തക്കോസ്തി പോയി നശിച്ചെന്നാ പറഞ്ഞേ. പക്ഷെ ഇന്ന് തിരിച്ചു പറയണം, എടോ, ഞാൻ നശിക്കുകയല്ല ചെയ്തത്. നശിച്ചു പോകേണ്ടിടത്ത് ഒരു നിത്യജീവൻ തന്നു എന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ യേശുവിൻ്റെ ജീവനാണ്. കാൽവരി ക്രൂശിലെ മരണം എനിക്ക് തന്നത് നിത്യജീവനാണ്. നശിച്ചു പോകേണ്ടിടത്ത്, താളടിയാകേണ്ടിടത്ത്, മരിച്ചു പോകേണ്ടിടത്ത്, നിത്യ നരകത്തിന്, യാതന സ്ഥലത്തിന് അവൻ വീണു പോകേണ്ടിടത്ത് എനിക്ക് നിത്യജീവൻ തന്നു എന്നെ നാശത്തിന്റെ വക്കിൽ നിന്ന് എന്നെ വലിച്ചെടുത്തത് ഉലകത്തിൽ മറ്റൊരു ദൈവമല്ല. ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവായ യേശുവാണെന്ന് വിശ്വസിക്കുന്ന ദൈവജന കരമടിച്ചു ദൈവത്തിനും നന്ദി പറ. എന്നിട്ട് പറ, എൻ്റെ യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ ഒരിക്കലും നശിക്കത്തില്ല. നശിക്കത്തില്ല. ഞങ്ങളെ നമ്മള് ഇന്ന് ഇത്രയും പേര് ആലയത്തിലുണ്ട്. ഇത്രയും ആളുകൾ നമ്മുടെ ചർച്ചയുള്ളവർ വന്നിട്ടില്ല. ഷിഫ്റ്റായിട്ടാണല്ലോ നമ്മൾ ആരാധിക്കുന്നത്. അവർ യൂട്യൂബിൽ ഇരുന്ന് ലൈവിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിന് പല ദിക്കുകളിൽ നിന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരോട് എനിക്കൊരൊറ്റ വാക്ക് പറയാനുള്ളത്, ഞങ്ങൾ നശിച്ചു പോകേണ്ടിടത്ത് ഞങ്ങൾക്ക് ജീവൻ തന്നത് യേശുവിനെ കണ്ടതുകൊണ്ടാണ്. ഇന്ന് പകലിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് അവർ ചുമ്മാ
ഇരിക്കരുത്. അവർ കരമടിച്ച് ആരാധിച്ചിട്ട് പറ, ഞാൻ നശിക്കാതിരുന്നത്, ഞാൻ നശിച്ചു പോകാതിരുന്നത്, ഞാൻ വീണു പോകാതിരുന്നത്, ഉടമന ഹൽക്കടകടകടന, ഞാൻ ജീവൻ പ്രാപിച്ചത്, ഈ പകലിലോ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഞാൻ നിൽക്കുന്നത് എന്റെ യേശുവിന്റെ നിത്യജീവനാണ്. ആമേൻ. 3-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഞാൻ ഈ പറയുമ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചു പോകുന്നത്. കരങ്ങൾ വീശു രാമൻ പറഞ്ഞാൽ മതി. പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? ഹല്ലേലൂയ. ദൈവമക്കളെ, സന്ധ്യയിടത്തോടെ ഒരു സ്തോത്രം ചെയ്യുന്നേ. നിങ്ങൾ വന്നിരിക്കുന്നത് അബദ്ധത്തിൽ വന്നു പെട്ടതല്ല, ഒരു നഷ്ടക്കച്ചവടത്തിന് വന്നതല്ല. ഈ പുത്രനിൽ വിശ്വസിച്ച നിങ്ങൾക്ക് അവൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് നിത്യജീവനുണ്ട്, നിത്യജീവനുണ്ട്, നിത്യജീവനുണ്ട്. അന്ധകാര പിശാചി കേൾക്കട്ടെ, 2 കൈയടിച്ച് ആരാധിച്ചിട്ട് പറ, പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് എന്റെ യേശുവിലാണ്, ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കർത്താവിലാണ്. അതുകൊണ്ട് എനിക്ക് ജീവനുണ്ട്, ജീവനുണ്ട്, ജീവനുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അടുത്തൊരു കാര്യം സജീവനങ്ങളെ അവിടെ നോട്ട് ചെയ്യണം. എന്നാന്നറിയാമോ? അടുത്ത വാക്യം പറയുന്നു, പുത്രനെ അനുസരിക്കാത്തവനോ. എന്റെ പൊന്നെ, ആ വാക്യം ഒന്ന് കുറിച്ചിട്ട് വായിക്കണം. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ എന്ത് ചെയ്യത്തില്ല? കാണുകയില്ല. അവൻ പുത്രനെ അനുസരിക്കാത്തവന് ജീവനില്ല. പുത്രനെ കൈക്കൊള്ളാത്തവന് ജീവനില്ല. പുത്രനെ പിന്തുടരാത്തവന് ജീവനില്ല. എന്ന പുത്രനെ പിന്തുടരുന്നവന് ജീവൻ മാത്രമല്ല, ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി അനുഭവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുന്നു. വിശ്വസിക്കുന്ന ദൈവജന കരം തട്ടി ദൈവത്തെ ആരാധിച്ചിട്ട് പറ, അയ്യോ, പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണാതിരിക്കുമ്പോൾ ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും നിർത്തി പറയണം കേട്ടോ. ആമേൻ. പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ജീവൻ എന്ത് ചെയ്യത്തില്ല? എന്താണ്? നിങ്ങളുടെ കൈവിട്ടാനോ പ്രാർത്ഥിക്കാനോ ഈ യേശുവിനെ വിശ്വസിച്ചില്ലെങ്കിൽ എന്നാ സംഭവിക്കുമെന്നാ പറയുന്നേ? ധൈര്യമായിട്ട് പറ, നീ ജീവനെ കാണില്ല കുഞ്ഞെ, നീ ജീവനെ കാണില്ല, നീ ജീവനെ കാണില്ല. ഒരു അല്പം കട്ടിയാണ് എങ്കിലും അങ്ങ് പറയുകയാണ്. അവൻ യേശുവിന്റെ ഉപമക്കകത്തൊരു വാക്യമുണ്ട്, അവനെ കൈയും കാലും കെട്ടി പുറത്തെ ഇരുട്ടിലേക്ക് തള്ളുക എന്നുള്ള വാക്യമില്ലേ? അതാണ് കുഞ്ഞെ, നിന്നെ സിംഹാസനത്തിരിക്കുന്ന തമ്പുരാന്റെ മുമ്പിൽ കോടാനുകോടി ദൂതന്മാർ അവൻ കൈ കൊടുത്ത് സ്വീകരിച്ച് പുത്രന്റെ മുമ്പിൽ അവൻ മുട്ടുകുത്തി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഇടത്തേക്ക് നിങ്ങൾ മാറുമ്പോൾ ഇത് മറ്റൊരു കൂട്ടർ അവൻ നിത്യ ന്യായവിധിക്ക് വേണ്ടി മാറുന്നു. ആരാണ് അവരെന്ന് അറിയണ്ടേ? യേശുവിൽ വിശ്വസിക്കാത്തവർ. ഇന്ന് രാത്രി ഈ പകൽ വേളയിൽ ഒന്ന് ഇളകി ഒരു സ്തോത്രം പറ. എന്നാന്നറിയാമോ? നാം പുത്രനിൽ വിശ്വസിച്ചത് കൊണ്ട്, അവൻ നിത്യജീവൻ നമുക്ക് കിട്ടിയത് കൊണ്ട്, നിത്യജീവൻ നമുക്ക് അവകാശമായത് കൊണ്ട് ഇനി ഒരു ക്രോധം എന്റെ മേലുണ്ടാകയില്ല. ആമേൻ. എന്താണ് നിത്യജീവൻ? യോഹന്നാന്റെ സുവിശേഷം 5:24. യോഹന്നാന്റെ സുവിശേഷം 5:24. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ മക്കളെ. അവൻ കിട്ടിയോ? മോനെ കിട്ടിയോ? അവൻ 5:24. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്ത് അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. ഞാൻ സത്യം പറഞ്ഞ ഈ വചനം ഞാൻ ഇങ്ങനെ കുറിച്ച് വെക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ ഒരു ദിവസം ഉണ്ടല്ലോ, നമ്മൾ ഈ അഭിഷേകവും കാര്യം നല്ലതാ. അഭിഷേകം അന്യഭാഷ മാത്രം കേട്ട് പോകരുത്, ഇതുകൂടി ഒന്ന് അറിയണം. കണ്ടോ? ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ടോ എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? ഉണ്ടായേക്കും, കിട്ടിയേക്കും എന്നാണോ? ഉണ്ട്. എനിക്ക് നിത്യജീവൻ ഉണ്ട്. ഒന്ന് പറ. അടുത്തിരിക്കുന്ന അവിടെ പറയണ്ടേ, എനിക്ക് നിത്യജീവൻ ഉണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഡയമണ്ടിന്റെ പരസ്യം പോലെ അല്ലേ? എത്രയാ? 916 അല്ലേ? 916 എന്നൊക്കെ പറയുന്ന പോലെ നല്ല ഗ്യാരണ്ടിയാ.
ഞാൻ ഈ വചനം പ്രസംഗിക്കാൻ എടുത്തപ്പോൾ എന്നോട് ഒരു പരിശുദ്ധാത്മാവ് ഇടപെട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ വാക്യം എടുത്ത് നിങ്ങൾ കേട്ട് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. ഒരു ആവശ്യത്തിനും കൈവെക്കണ്ട. എനിക്ക് നിത്യജീവനുണ്ട്, കാരണം ഞാൻ പുത്രനിൽ വിശ്വസിക്കുന്നവനാണ്. ന്യായവിധിയിലാകാതെ അവൻ മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ദൈവ പൈതലേ, നിന്റെ ഭവനത്തിനകത്ത് മരണത്തിന്റെ മുറവിളിയല്ല, ജീവന്റെ വിളി. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. അവനുമായിട്ട് കൈകൊടുത്ത, അവനുമായിട്ട് സന്ധി സംഭാഷണം ചെയ്ത ഒരു ദൈവ പൈതൽ ഇന്നിവിടെ ഉണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തുനിന്ന് മരണം മാറി, അവൻ മരണത്തിന്റെ കെട്ടുപൊട്ടി, മരണത്തിന്റെ കെടുതികൾ അഴിഞ്ഞു. നിന്റെ കൂടാരത്തിനകത്ത് ജീവൻ വ്യാപരിക്കുന്നു, നിത്യജീവൻ വ്യാപരിക്കുന്നു, നിത്യജീവൻ ഉടമയായി തീരുന്നു. ഹല്ലേലൂയ. ആമേൻ. അവൻ ന്യായവിധിയിലാകാതെ, എല്ലാരും പറ, അവൻ ന്യായവിധിയിലാകെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. കർത്താവിന്റെ ദാസന്മാരെ ഒന്ന് ശ്രദ്ധിച്ച് വേഗം നിർത്താം. എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു വഴിത്താരയിൽ കർത്താവായ യേശുമായിട്ട് നിങ്ങൾ ഒരു വിരലെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് മുതൽ നിങ്ങളുടെ മരണം മാറി നിങ്ങൾ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആമേൻ. ഞാനൊന്നുകൂടി പറയാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അത് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അകത്ത് ഓർത്തിരിക്കാൻ പറയുക. നൈൽ എന്ന പട്ടണത്തിനകത്ത് നിന്ന് കുറെ പേർ മഞ്ചം ചുമന്നുകൊണ്ട് വരുന്നു. ആ മഞ്ചത്തിനകത്ത് കിടക്കുന്നത് ഒരമ്മയുടെ ഏകജാതൻ, അല്ലേ? അമ്മയുടെ ഏകജാതൻ. അമ്മയുടെ ഏകജാതനായ ഒരു മകനെ മരിച്ച് അവർ ചുമന്നുകൊണ്ട് പട്ടണത്തിൽ നിന്നും പുറത്തോട്ട് വരുന്നു. അപ്പോൾ ഉണ്ടല്ലോ, പട്ടണത്തിന് പുറത്ത് നിന്ന് പിതാവിന്റെ ആദ്യജാതൻ പട്ടണത്തിനകത്തോട്ട് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി പറയാ, അമ്മയുടെ ഏകജാതനും പിതാവിന്റെ ആദ്യജാതനും തമ്മിൽ കണ്ടുമുട്ടി. പിതാവിന്റെ ആദ്യജാതൻ അമ്മയുടെ ഏകജാതന്റെ പെട്ടിയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, ബാല്യക്കാരായി എഴുന്നേൽക്ക്, ബാല്യക്കാരായി എഴുന്നേൽക്ക്, ബാല്യക്കാരായി എഴുന്നേൽക്ക്. ആ സെക്കൻഡിലുണ്ടല്ലോ മരണം വഴിമാറി, മരണം മറിമാറി. എന്റെ യേശുവിന്റെ കല, എന്റെ യേശുവിന്റെ സ്പർശന, എന്റെ യേശുവിന്റെ തൊടൽ മരണത്തിൽ നിന്ന്, മരണത്തിന്റെ ന്യായവിധിയിൽ നിന്ന് നിത്യജീവനിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുന്നു. വിശ്വസിക്കുന്ന ദൈവജന കരമടിച്ച് ദൈവത്തെ ആരാധിച്ചിട്ട് പറ, ഇത്ര വലിയ ഭാഗ്യം എനിക്ക് തന്ന എന്റെ ദൈവത്തെ ഞാൻ നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യും. യോഹന്നാൻ 6:40 നിങ്ങൾക്ക് എല്ലാം അറിയാം. 6:40 പുത്രനെ നോക്കിക്കൊണ്ട് അവന് വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു നമ്മുടെ പിതാവിന്റെ ഇഷ്ടം. എന്താണെന്നറിയോ? യോഹന്നാൻ 6:40 പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. അപ്പൊ പിതാവിന്റെ ഇഷ്ടം എന്നാ? അവനെ നോക്കിക്കൊണ്ട്, പുത്രനെ നോക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാകണം? യേശുവിനെ സ്വീകരിച്ച നിത്യജീവൻ കിട്ടുമോ? യേശു ദൈവമാണോ എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള ഒന്നാം തരം വാക്യമാണിത്. വേണ കുറിച്ചിട്ടോ, നിങ്ങളുടെ യേശുവിനെ ആരാധിച്ചാൽ ഞങ്ങൾക്ക് എന്നാ കിട്ടും? യേശു പ്രവാചകനല്ലേ? യേശു ദൈവമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാ പിതാവ് അടിവരയിട്ട് പറയുന്നു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അവൻ എന്തുണ്ടാകും? പുത്രനെ നോക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകുമെന്ന് പിതാവ് എഴുതി സൈൻ ചെയ്തു തന്നിരിക്കുക. എന്നിട്ട് കർത്താവ് പറഞ്ഞ, പിതാവ് ആകർഷിക്കാതെ ആരും എവിടെ വരുന്നില്ല? പുത്രന്റെ അടുക്കൽ വരുന്നില്ല. പിതാവിന്റെ ഇഷ്ടം നമ്മൾ പുത്രന്റെ അടുക്കൽ വരണം. പുത്രന്റെ അടുത്ത് വന്നാൽ എന്നാ കിട്ടും? പുത്രന്റെ അടുത്ത് വന്നാൽ ഉലകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ഏറ്റവും വലിയ വാഗ്ദത്തമായ നിത്യജീവൻ നമുക്ക് കിട്ടും. അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പാട്ട് പാടുന്ന കല്യാണത്തിൽ ഭാഗ്യനാ, അറിയില്ലേ? ഒന്ന് പാടിക്കേ. അന്ന് കല്യാണത്തിൽ പാടുന്ന പാട്ടല്ലത്, ആ നിത്യജീവൻ അകത്ത് വന്നപ്പോ പാടി പാട്ടോ. ഭാഗ്യനാൾ, ചേർന്ന് പാട്. ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ. ഒരിക്കൽ കൂടി പറ, ഭാഗ്യനാൾ, ഭാഗ്യനാൾ
യേശു എൻ പാപം തീർത്തനാൾ. ഭാഗ്യം. ഇതിലും വലിയ ഭാഗ്യം വേറെ ഇല്ലെന്നേ. ഒരു ഹല്ലേലൂയ പറയുന്നേ. വീട് എന്ന് പറയുന്നത് രണ്ടാമത്തേതാന്നേ, വണ്ടി രണ്ടാമത്തേതാണെന്നേ. ആമേൻ. ഈ ലോകത്തിലെ മെറ്റീരിയൽസ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം രണ്ടാമത്തേതാന്നേ. എന്നാൽ ഏറ്റവും വലുത് നിത്യജീവനാണെന്നേ. അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ലെന്നേ. അത് വിശ്വസിക്കുന്നവർ മാത്രമാണ്. കരമടിച്ച് ഒന്ന് പറ, പുത്രനെ നോക്കിക്കൊണ്ട് അവന് വിശ്വസിക്കുന്ന ഏവനോ നിത്യജീവൻ ഉണ്ടാകണമെന്ന് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാകുന്നു. 6-ാം അധ്യായം 47-ാമത്തെ വാക്യം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട്. ആമേൻ. 6-ാം അധ്യായം 54-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ പറയുന്നു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട്. തിരുമേശ വെറുതെയല്ല ദൈവമക്കളെ, തിരുമേശ വെറുതെയല്ല. ഈ വാക്യം ഒന്ന് കുറിച്ചിട്ട് വായിച്ചോ. എന്നിട്ട് ഇന്ന് കഴിച്ച് അനുഗ്രഹം പ്രാപിച്ച ദൈവമക്കളുടെ അകത്ത് ഈ വചനം കയറി അങ്ങ് കൊള്ളണം. ഒന്ന് വായിച്ചവനെ അതൊന്ന് വായിക്കണം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവനുണ്ട്. ഇത് നിസ്സാര കാര്യമല്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് എന്നുണ്ട്? നിത്യജീവനുണ്ട്. അടുത്ത വാക്യം, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആമേൻ. കർത്താവിന് നല്ലൊരു സ്തോത്രം പറ. ഇത്രയും വലിയ വാഗ്ദത്തം തന്ന ഒരു ദൈവം നമുക്ക് വേറെ ഉണ്ടോ? 10-ാമത്തെ യോഹന്നാൻ 10:28, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല. എനിക്ക് ദൈവം നിത്യജീവൻ തന്നു, ഞാൻ നശിച്ചു പോകത്തില്ലോടെ പിശാച് എന്ന് പറ. ഒന്ന് പറഞ്ഞു, ഒന്ന് വാദം ഓർന്ന് പറഞ്ഞേ. എല്ലാവരും പറ. ഓ, ഇത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയതാണെങ്കിൽ തിരി കെട്ടി പറഞ്ഞേനെ. അന്നേരമല്ലേ ഇവിടെയാ പറയണ്ട. പറഞ്ഞേ, യേശു അപ്പച്ചൻ എനിക്ക് നിത്യജീവൻ തന്നോടെ പിശാച് ഞാൻ നശിച്ച് അങ്ങനെ അങ്ങ് പറ 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 പറ. ശത്രു കേൾക്കട്ടെന്നേ, പിശാച് കേൾക്കട്ടെന്നേ. യേശു എനിക്ക് നിത്യജീവൻ തന്നു, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നശിച്ചു പോകത്തില്ല. പക്ഷെ അടുത്തൊരു വാക്യമുണ്ടല്ലോ, ആരും അവയെ തന്നിരിക്കുന്ന പിതാവ്. അല്ലല്ല, അത് 28-ാം വാക്യം തന്നെ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല. അടുത്ത വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അല്ലയോ പറയണം. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഹല്ലേലൂയ. അവൻ നിത്യജീവൻ തന്നിട്ട് യേശു പറയുന്നു, എന്നിൽ വിശ്വസിച്ച എൻ്റെ മക്കൾക്ക് ഞാൻ നിത്യജീവൻ കൊടുത്തു. എന്നിട്ട് യേശു പറയുക, ഒരൊറ്റ ഒരുത്തൻ നിത്യജീവൻ കൊടുത്ത എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കില്ല. ഇത് മനസ്സിലായോ? ഒരു മനുഷ്യനെ ഞാൻ സമ്മതിക്കത്തില്ല. ഈ പകൽ ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, നിങ്ങളോടാണ് ദൈവത്തിന്റെ ദൂത്. ഒരു വലിയ വാഗ്ദത്തമായ നിത്യജീവൻ യേശു നിങ്ങൾക്ക് തന്നിട്ട് പറയുന്നു, അത് ഞാൻ കൊടുത്തതാണ്. അവൻ അവയെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല, ആരും പിടിച്ചു പറിക്കത്തില്ല. ആരും പിടിച്ചു പറിക്കത്തില്ല. ആമേൻ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അടുത്തിരിക്കുന്ന ആൾ മുഖത്തൊക്കെ ഇട്ട് ആരും പിടിച്ചു പറിക്കത്തില്ല. നിത്യജീവൻ കിട്ടിയോ? നിത്യജീവൻ തന്നോ? ആരും നിന്നെ. പക്ഷെ ഒരു കാര്യം, ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഈ കൃപയുടെ കാലത്തിൽ ആകപ്പാട് പ്രശ്നമാണ് ഈ വാക്യമൊക്കെ. ആരും നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല. അപ്പം നിത്യജീവൻ കിട്ടിക്കഴിഞ്ഞാൽ ആ നിത്യജീവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. അവൻ കർത്താവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കത്തില്ല. പക്ഷേ നീ തന്നെ ഇറങ്ങിപ്പോയാലോ? അതിന് കൃപ എന്ന് പറഞ്ഞിരിക്കരുത്. അത് നേരെ പോക്ക. കർത്താവ് പറഞ്ഞു, നിത്യജീവന്റെ ഉറപ്പ് പ്രാപിച്ച് എൻ്റെ സന്നിധി നിൽക്കുന്നിടത്തോളം മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. മതിൽ ചാടിപ്പോകാതെ എൻ്റെ രക്ഷയുടെ വലയത്തിനകത്ത് നിൽക്കുന്നവനെ ഒരു മനുഷ്യനും തൊടില്ല. അങ്ങനെ തൊടണമെങ്കിൽ യോബിനോട് പറഞ്ഞതുപോലെ ഒരു ആമൻ ദൈവം അനുവദിക്കാതെ സംഭവിക്കയില്ല. ആമൻ ദൈവം നിത്യജീവൻ പ്രാപിച്ച ദൈവ പൈതലേ, ഈ പകൽ ആഴമായി വിശ്വസിക്കണം കേട്ടോ. ആ ദൈവത്തെ വിശ്വസിച്ച് ആമേൻ പറയണം. എന്നിട്ട് പറയണം, എനിക്ക് തന്ന നിത്യജീവൻ ദൈവം എനിക്ക് തരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ആരും എന്നെ പിടിച്ചു പറിക്കയില്ല. സ്തോത്രം.
അവ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി പറയുക, കർത്താവെ സകലതും വിട്ടു ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്നാ കിട്ടും. കർത്താവ് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട മക്കളെ, നിങ്ങൾക്ക് ചിലതൊക്കെ കിട്ടും. എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? ഞാൻ മഹത്വം പ്രാപിച്ചു വരുമ്പോൾ എൻ്റെ സന്നിധിയിൽ ആമൻ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ വന്നു കഴിയുമ്പോൾ, മഹത്വത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം എവിടെ ഇരിക്കും? ആമൻ സിംഹാസനത്തിലിരിക്കും. ഈ ദൂത് പറയുമ്പോൾ ആരുണ്ടെന്നറിയാമോ? 12 അപ്പോസ്തലന്മാരുണ്ട്. ആ 12 അപ്പോസ്തലന്മാരിൽ ആരുണ്ട്? യൂദായുണ്ട്. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ വരും, അങ്ങനെയാണെങ്കിൽ 12 അപ്പോസ്തലന്മാരോടല്ലേ പറഞ്ഞത് സിംഹാസനത്തിൽ ഇരിക്കുമെന്ന്? അങ്ങനെയാണെങ്കിൽ സിംഹാസനത്തിൽ തൂങ്ങിച്ചത്ത യൂദായും കാണും. ഇല്ല കേട്ടോ, പരിശുദ്ധാത്മാവ് യോമൻ അപ്പോസ്തല പ്രവൃത്തി വന്നപ്പോൾ ആ നാശയോഗ്യൻ എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് പുതിയ ചീട്ടിട്ട് മത്തിയാസിനെ എടുക്കുന്നു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? കയ്യിൽ നിന്നാരും പറിച്ചെടുക്കത്തില്ല. നീ തന്നെ ഇറങ്ങിപ്പോയി തൂങ്ങിയാൽ ദൈവം അതിന് ഉത്തരവാദിയുമല്ല. ഒരു കാര്യം കൂടി പറയാം, നിൽക്കുന്നിടത്തോളം കാലം ഒരാഭിചാരവും ഒരു മന്ത്രവാദവും ഒരു ശുദ്രവും ഒരു ദുഷ്ടപിശാചോ നിന്നെ തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. ഹല്ലേലൂയ. ആമേൻ. 12-ാം അധ്യായം 50-ാമത്തെ വാക്യം, യോഹന്നാൻ 12:50. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. കർത്താവിന്റെ കൽപ്പന എന്താണ്? അവന്റെ കൽപ്പന നിത്യജീവൻ. കർത്താവിന്റെ കൽപ്പന എന്താണ്? തട്ടിക്കളയരുത് കേട്ടോ. അപ്പം ഞാൻ പറയാം, കുഞ്ഞുങ്ങളെ, കർത്താവിന്റെ കൽപ്പനകൾക്ക് ചെവി കൊടുക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളത് അനുസരിക്കാതെ പോകുമ്പോൾ എന്തിനാ തട്ടിക്കളയുന്നേ? അതാണ് ഏറ്റവും പ്രധാനം അല്ലേ? ഒന്ന് വായിച്ചു പോനെ, ഒന്ന് വായിച്ചേ. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. കിട്ടിയില്ലേ മോനെ? വാക്യം കിട്ടിയില്ലേ? 10 യോഹന്നാൻ 12:50 വാക്യം, യോഹന്നാൻ 12:50. ആമേൻ. വായിച്ചോ. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. അവൻ നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ അവന്റെ കൽപ്പന തിരസ്കരിച്ചാൽ നമ്മൾ എന്തിനാ തിരസ്കരിക്കുന്നേ? മകനെ, എൻ്റെ വചനങ്ങൾക്ക് ഇല്ല. സദൃശവാക്യം എങ്ങനെയാന്ന്? അത് എൻ്റെ മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, അത് നിന്റെ ഹൃദയത്തിന് നടുവിൽ സൂക്ഷിക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. അപ്പൊ അവയെ കിട്ടുന്നവർക്ക്, എൻ്റെ മകന്, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. പഴയ നിയമത്തിൽ ദൈവം പറയുന്നിടത്തെല്ലാം പറയുന്നൊരു വാക്യമുണ്ട്, ഇസ്രായേലേ കേൾക്കാം. ദൈവം പറയുന്നത്, ഇസ്രായേലേ കേൾക്കാം, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കാം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് നിർത്തുന്നു, ചെവിയുള്ളവൻ എന്ത് ചെയ്യട്ടെ? കേൾക്കാതെ പോയാൽ നിത്യജീവൻ നഷ്ടമാകും. ഹല്ലേലൂയ. കർത്താവിന് നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ ദൈവമക്കളെ. ആമേൻ. 12:50 വായിച്ചു, നിത്യജീവനുണ്ട്. ആമേൻ. 17:3 ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവനാകുന്നു. അതാ നിത്യജീവൻ. ഏതാ നിത്യജീവൻ? യേശുവിനെ അറിയുന്നതാണ്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ആമേൻ ഒരു യാക്കോബ ഫാമിലിയിലുള്ളൊരു അച്ചായൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, പാസ്റ്റേ ദയവ് ചെയ്ത് ലൈവ് മീറ്റിംഗ് കട്ട് ചെയ്യരുത്. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? ഞങ്ങൾ പള്ളിയിലെ ഞങ്ങളുടെ മാസം എല്ലാം കഴിഞ്ഞ് വന്ന് കൂടുന്നത് നിങ്ങളുടെ ആരാധനയാണ്. അപ്പം ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് പേര് കൂടുന്നുണ്ട്. മനസ്സിലായോ? അപ്പം ഈ തൊഴുത്തിൽ പെടാത്ത കുറേ ആടുകൾ എനിക്ക് പുറത്തുണ്ട്. ദൂത് മനസ്സിലായെങ്കിൽ ഒരു സ്വത്രം പറഞ്ഞ. അപ്പം അവർക്ക് വേണ്ടിയുള്ള ദൂത. കാരണം ഞങ്ങൾ മാത്രം നിത്യത പോയാൽ പോരാ, നിങ്ങളും നിത്യത പോകണം, നിങ്ങളും സ്വർഗത്തെ കാണണം. അവൻ ഇവിടെ കൈയടിക്കുന്നവർ മാത്രമല്ല, പകരം നിങ്ങളും നിത്യത കാണണം. അതുകൊണ്ട് പറയുന്നു, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതും. അപ്പോൾ ഒരു സംശയമുണ്ട്, യേശു ക്രിസ്തുവിനെ അറിയാത്തവർക്ക് എന്തില്ല? ഒന്ന് വായിച്ചേ. അല്ല, 3-ാം വാക്യം, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. യേശു ക്രിസ്തുവിനെ അറിയുന്നതാ എന്ത്? നിത്യജീവൻ. യേശു ക്രിസ്തുവിനെ അറിയാത്തവർക്ക് നിത്യജീവനില്ല. അതിപ്പോ പെന്തക്കോസ്തുകാരുടെ പഠിപ്പിക്കലൊന്നുമല്ല, വേദപുസ്തകം പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ വാക്യം ബൈബിൾ എടുത്ത് മാറ്റി വെക്കണം. ബൈബിൾ പഠിപ്പിക്കുന്ന നിത്യജീവൻ വേണോ? ആരനുസരിക്കണം?
വേറെ ഒരാളുടെ പുറകെ പോയാലും നിത്യജീവൻ കിട്ടില്ല. നിത്യജീവൻ യേശുവിൽ മാത്രം. ആമേൻ. നിങ്ങൾ റോമാലേഖനം 6:23 പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യജീവൻ. 1 യോഹന്നാൻ 2:25 നമ്മൾ വായിച്ചത് ഇതാകുന്നു, അവൻ നമുക്ക് തന്ന വാഗ്ദത്തം നിത്യജീവൻ തന്നെ. 1 യോഹന്നാൻ 3:15 സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു, യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. ആമേൻ. 5:11 ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. 5:13 ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അപ്പൊ നമുക്ക് എന്തുണ്ട്? ഇതറിയണം. ആമേ. ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞങ്ങ് നിർത്തിയതാ. അപ്പൊ 5 വാഗ്ദത്തവാ. 1ാമത്തെ വാഗ്ദത്തവാ നിത്യജീവൻ. അടുത്ത 4 കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. സമയം അനുവദിക്കുന്നു അല്ലേ? കൂടുമേ എല്ലാം കൂടുമേ എന്ന് പറ. ഉന്മാലയെല്ലാം കൂടും, കൂടാത്തത് ഒന്നുമില്ല, കൂടാത്തത് ഒന്നുമില്ല എന്ന് പറഞ്ഞേ. കൂടുമേ എല്ലാം കൂടുമേ, ഉന്മാലയെല്ലാം കൂടും, കൂടാത്തത് ഒന്നുമില്ല, കൂടാത്തത് ഒന്നുമില്ല. പറ. കൂടുമേ എല്ലാം കൂടുമേ, ഉന്മാലയെല്ലാം കൂടും, കൂടാത്തത് ഒന്നുമില്ല, കൂടാത്തത് ഒന്നുമില്ല. കൂടുമേ എല്ലാം കൂടുമേ, ഉന്മാലയെല്ലാം കൂടും, കൂടാത്തത് ഒന്നുമില്ല, കൂടാത്തത് ഒന്നുമില്ല. ആമേ. നിത്യജീവൻ പ്രാപിച്ചില്ലേ? അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറ, നല്ലതേ 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 വരികയുള്ളൂ. കുറെ നാളായില്ലേ അടുത്തിരിക്കുന്ന ആളോട്. കോവിഡൊക്കെ ആയിരുന്നല്ലേ? കോവിഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആരോടും പറഞ്ഞില്ല എന്ത് വരുമെന്ന്. അല്ല, ഇനിയെങ്കിലും ഒന്ന് പറ, നല്ലതേ 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 വരികയുള്ളൂ, നിനക്ക് നല്ലതേ 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 വരികയുള്ളൂ. എന്തു വന്നാലും നല്ലതേ വരികയുള്ളൂ. പറ. എന്തു വന്നാലും നല്ലതേ വരികയുള്ളൂ. പറ, ചേർന്ന് പറ. നല്ലതേ 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 വരികയുള്ളൂ, നിനക്ക് നല്ലതേ നല്ലതേ നല്ലതേ. ഒരു സെക്കൻഡ് എഴുതത്തില്ലേ? വേഗം നിർത്താം. ഹല്ലേലൂയ. കർത്തൃമേശയ്ക്ക് എടുത്ത് നമ്മൾ അതുകൊണ്ടാണ് പിന്നെ ആരാധിക്കാന്ന് പറയും. ഒറ്റ നിമിഷം 2 മിനിറ്റ് എടുക്കും, പക്ഷെ നല്ലതേ വരും. അതാ നല്ലതേ 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 വരികയുള്ളൂ, നിനക്ക് നല്ലതേ 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 വരികയുള്ളൂ. എന്തു വന്നാലും നല്ലതേ വരികയുള്ളൂ. നല്ലതേ വരികയുള്ളൂ. ഓ നല്ലതേ 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 വരികയുള്ളൂ, നിനക്ക് നല്ലതേ 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 വരികയുള്ളൂ.
ഓ നല്ലതേ വരികയുള്ളൂ. നിനക്ക് നല്ലതേ 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 വരികയുള്ളൂ. ചെത്തി വന്നാലും വീട് പോയാൽ അത് പാടാൻ ഒരു ചെറിയ മടിയുണ്ടല്ലേ എന്ന് പറഞ്ഞേ. ചെത്തി വന്നാലും സ്വത്തു പോയാലും. ഈ പാട്ട് പാടുമ്പോ എനിക്ക് പേടിയാ സത്യം പറഞ്ഞ. എന്നാന്നറിയേ, പണ്ട് ഇതുപോലെ പഴയ കെട്ടിടത്തിനകത്ത് നമ്മൾ പാടിക്കൊണ്ടിരുന്നു. അന്ന് ആഴ്ച തുള്ളിച്ചാടി നല്ലതേ നല്ലതേ പാടി. ആ ആഴ്ചയാണ് കള്ളം കയറി എല്ലാം എടുത്തുകൊണ്ട് പോയി. ഒരു ക്യാബിള് പോലും ഇല്ലാതെ കംപ്ലീറ്റ് സാധനം. പിറ്റേ ഞായറാഴ്ച വന്നപ്പോൾ ഒരു ക്യാബിള് പോലും ഇല്ല. എനിക്ക് സങ്കടമായിപ്പോയി. നല്ലതേ എന്നൊക്കെ പാടിയിട്ട് പോയിട്ട് കള്ളം കയറി എല്ലാം അടിച്ചോണ്ട് പോയി. അന്ന് മൈക്കില്ല, ക്യാബിളില്ല, ഒന്നുമില്ല. പിശാച് ചോദിച്ചു, നീ എൻ്റെ അടുത്ത് പാടും. അന്ന് നമ്മൾ പാടിയ പാട്ടുണ്ട്, ഞാനത് എഴുതിയതാ. കീബോർഡ് പോയാലും നല്ലതേ വരികയുള്ളൂ. കീബോർഡ് പോയാലും നല്ലതേ. കീബോർഡും പോയി റിതം പേടും അവനെടുത്തോണ്ട് പോയി. അവൻ അന്ന് പാടി, കീബോർഡ് പോയാലും നല്ലതേ വരികയുള്ളൂ. അപ്പൊ എന്ത് പറ്റിയെന്നറിയോ, തിരുത്തൂരിട്ട് ആ പാടിയതിന് 3-ാം ദിവസം കള്ളനെ പിടിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി, എന്ത് വന്നാലും പാടണം നല്ലതേ എന്ന് പറഞ്ഞേ. കീബോർഡ് പോയാലും റിതംബേഡ് പോയാലും നല്ലതേ വരികയുള്ളൂ. അതുകൊണ്ടോ നല്ലതേ 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 വരികയുള്ളൂ. നിനക്ക് നല്ലതേ 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 വരികയുള്ളൂ. ഓ നല്ലതേ നല്ലതേ ഓ നല്ലതേ വരികയുള്ളൂ. നിനക്ക് നല്ലതേ 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 വരികയുള്ളൂ. ഓ നല്ലതേ 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 വരികയുള്ളൂ. നമുക്ക് നല്ലതേ 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 വരികയുള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും വൈകിട്ട് നടക്കുന്ന കൺവെൻഷനോടും കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും കർത്താവിൻ്റെ 2-ാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം.